നവംബർ 8 വൈകുന്നേരം ഇതുപോലെ 8 മണിക്ക് കൊലച്ചിരി ചിരിച്ചുകൊണ്ട് രാജ്യത്തോട് പറഞ്ഞു, നോട്ട് നിരോധിച്ചിരിക്കുന്നു, നിങ്ങളുടെ പോക്കറ്റിലുള്ള 500,000 സ്വാഹ. ഇവിടെ ചിരിച്ചത് പോരാതെ സിംഗപ്പൂരിൽ പോയി പ്രസംഗിച്ച് കൊലച്ചിരി ചിരിച്ചു. പലരും വീടുകളിൽ കല്യാണം നടത്താൻ വേണ്ടി പണം കൈവശം വെച്ചിരിക്കുന്ന ആളുകളുടെയൊക്കെ കാര്യം കട്ടപ്പുകയായി എന്ന് പറഞ്ഞ് പുള്ളി ചിരിച്ചു, കൊലച്ചിരി. നിങ്ങൾക്ക് ഓർമ്മയില്ലേ? വിദേശ രാജ്യത്ത് പോയി ചിരിക്കുകയാണ് ഞാൻ നോട്ട് നിരോധനം നടപ്പാക്കി. നമ്മുടെ നാട്ടിലെ പല ആളുകളും തെറ്റിദ്ധരിച്ചു, കള്ളപ്പണം സത്യത്തിൽ ഇതുകൊണ്ട് നന്നാവും. തോമസ് ഐസക് വരെ പരസ്യമായി പിന്തുണച്ചു. ഞാൻ പറയുന്ന സാമ്പത്തിക ശാസ്ത്രം അറിയാവുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്കാണ്. പലരും വിചാരിച്ചു നമ്മുടെ നാട്ടിലേക്ക് ഈ സ്ഥലം കച്ചവടാക്കുമ്പോൾ കള്ളപ്പണം പൂഴ്ത്തി വെക്കുന്ന പണമൊക്കെ പുറത്തു വരുമല്ലോ, പെട്രോളിന് 50 രൂപയാകുമെന്ന് പറഞ്ഞ മഹാന്മാരൊക്കെ ഇവിടെയുണ്ട്. പക്ഷെ കേന്ദ്ര സർക്കാർ നിയോഗിച്ച ഡോക്ടർ മൻമോഹൻ സിംഗ് എന്ന സാമ്പത്തിക വിദഗ്ധൻ നിയോഗിച്ച 2 കമ്മിറ്റികളുടെ റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന് മുമ്പിലുണ്ട്. ഈ രാജ്യത്തെ കള്ളപ്പണത്തിന്റെ 90% ഇലക്ട്രോണിക് ഫോമിലാണ്, അത് നോട്ടിന്റെ രൂപത്തിലല്ല. അതുകൊണ്ടാണ് നോട്ട് നിരോധനം കഴിഞ്ഞ് 1 മാസത്തിനകം അമിത്ഷായുടെ മകൻ ഉൾപ്പെട്ട കമ്പനി 5000 കോടി രൂപ ഈ രാജ്യത്ത് നിന്ന് കടത്തിയത്. അതെങ്ങനെയാ? പുതിയ നോട്ടിന്റെ രൂപത്തിലാണോ? അല്ല, ഇലക്ട്രോണിക് ഫോമിലാണ് കടത്തിയത്. ഇതെല്ലാം അറിയാമായിരുന്നിട്ടും RBI എന്ന് പറയുന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഭരണഘടനാ സ്ഥാപനത്തെ തച്ചു തകർത്ത് അതിന്റെ തീരുമാനമെടുക്കൽ പ്രക്രിയയെ നശിപ്പിച്ച് അവരിൽ അടിച്ചേൽപ്പിക്കുകയായിരുന്നു നോട്ട് നിരോധനം. എന്തിനാ? ഒറ്റ കാര്യമേ ഉള്ളൂ, ഈ രാജ്യം മുഴുവൻ ഭരിക്കുന്നത് ഞാനാണ് എന്ന് ഈ രാജ്യത്തെ ബോധ്യപ്പെടുത്താൻ. അധികാരം എന്റെ കയ്യിലാണ് എന്ന് ഒറ്റ ദിവസം കൊണ്ട് ആളുകൾക്ക് മനസ്സിലായി. സെൻട്രലൈസേഷൻ ഓഫ് പവർ അഥവാ അധികാര കേന്ദ്രീകരണം എന്ന് പറയുന്നത് ഫാസിസത്തിന്റെ 1ാമത്തെ ചുവടുപടിയാണ് എന്ന് ജർമ്മനിയിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. എന്റെ കയ്യിലാണ് അധികാരം, അതിനെതിരെ നിൽക്കുന്ന ജഡ്ജിമാരെ കൊല്ലുക,